ലൈവിലിപ്പം മസ്താനിയും ബിൻസിയും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത്. ഇന്നലത്തേൻ്റെ ഡബിള്. ബിൻസി ഒരു രക്ഷയില്ല. ഈ സ്പ്രിംഗ് ബോൾ പോലെ കിടന്നങ്ങ് തുള്ളി ചാടുവാണ് ബിൻസി. താഴെ നിൽക്കുന്നില്ല, ഒരിടത്ത് നിൽക്കുന്നില്ല. ഇങ്ങനെ ചാടി 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 ചാടിയാണ് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പാനി ബിൻസി പ്രശ്നം തന്നെയാണ് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം മസ്താനി പറഞ്ഞ്, നീ ഇവിടെ നിന്ന് പോയത് ചാച്ചൻ്റെ ഓട്ടോയിൽ തന്നെ അല്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി പറഞ്ഞ്, അതേടി എൻ്റെ ചാച്ചൻ്റെ അധ്വാനം കൊണ്ടാടി ഞാൻ ഇവിടം വരെ എത്തിയത്. നിനക്കെന്താടി, നീ ഇവന്മാരെല്ലാം കൂടെ നിന്നെ ചവിട്ടി ഇറക്കുമല്ലായിരുന്നോ? മറ്റ് കണ്ടസ്റ്റൻസിനെയാണ് ഇവന്മാരെന്ന് പറഞ്ഞത്. പക്ഷേ ബാക്കി എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ് ബിൻസി പറയുമ്പോൾ. പിന്നെ ബിൻസിയോട് പറയുന്നുണ്ട്, നീ ഇട്ടത് ഞാൻ രണ്ടും കോപ്പിറൈറ്റ് അടിച്ചടി, ഇനി നിൻ്റെ ഇതെനിക്ക് റിപ്പോർട്ട് അടിച്ച് കളയാനറിയാം. അപ്പോൾ ബിൻസി ചോദിക്കാം, നിനക്ക് റിപ്പോർട്ട് അടിച്ച് കളയാനേ പറ്റത്തുള്ളല്ലോടി, എന്നെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ ഇപ്പം ചെയ്യടി, നീ ധൈര്യമുള്ള ആളാണ്, ഇപ്പം ചെയ്. മസ്താനി ഇങ്ങനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ബിൻസി പറഞ്ഞ്, നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് നിനക്ക് നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ടാടി, ഇവന്മാരൊക്കെ കൂടെ നിന്നെ ഇവിടെ നിന്ന് കരയിച്ചല്ലേടി വിട്ടത്. അതുപോലെ നീ കയറി വന്നത് എങ്ങനെയാടി, കരഞ്ഞോണ്ടല്ലേടി. ഞാൻ തുള്ളിച്ചാടി സന്തോഷിച്ചാടി വന്നത്, നീ കരഞ്ഞോണ്ടും വന്നടി, നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാടി. അപ്പം മസ്താനി പറഞ്ഞു, ഓ സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ, എടി എനിക്കതിൻ്റെ ആവശ്യമില്ലടി, എനിക്ക് സ്ക്രീൻ സ്പേസിൻ്റെ ആവശ്യമില്ലടി. നിന്നെ നല്ല അടി തന്ന് വളർത്താത്തതിൻ്റെ കേടാടി നീ കാണിക്കുന്നത്. എനിക്ക് നല്ല തന്തയുണ്ടായതുകൊണ്ട് ഞാൻ അന്തസ്സായി ഓട്ടോയിൽ തന്നെ പോയെടി, ചാച്ചൻ്റെ ഓട്ടോയിൽ തന്നെ പോയെടി എന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അനീഷ് നിർത്തുമെന്നും പറഞ്ഞ് രണ്ടുപേരെയും സമാധാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഷാനവാസൊക്കെ പറഞ്ഞു, അനീഷെ മാറ് നന്മകരം കളിക്കല്ലേ, നീ മാറി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അനീഷിനെ മാറ്റിയിരുത്തുന്നുണ്ടായിരുന്നു. എന്നിട്ട് മസ്താനിയോടെ, നീ ആലോചിച്ച് നോക്കടി, നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന്, അതാടി നിനക്ക് തിരിച്ച് കിട്ടിയെന്ന്. പക്ഷേ ഈ തിരിച്ച് കിട്ടിയത് ഈ പറയുന്ന ബിൻസി എന്ന് പറഞ്ഞ അനുമോൾ അതിന് മാത്രം ഇന്നലെ രാത്രി അനാവശ്യമായ ഒരുപാട് കാര്യം അനീഷുമായിട്ടും അല്ലാതെയൊക്കെ പറഞ്ഞതിന് ഇപ്പം മസ്താനിയുടെ നിന്ന് അച്ഛന് വിളി കേട്ടിരിക്കുക. അപ്പനെ വരെ മസ്താനി വിളിച്ച് നല്ല ശരിക്ക് കൊടുത്തിരിക്കുവാണ്. അപ്പം ഇന്നലെ അനുമോളോട് പറഞ്ഞടി, കർമ്മയിൽ ഞാൻ വിശ്വസിക്കുവാന്ന്, ഇപ്പോൾ അതേ തിരിച്ച് കിട്ടി. ഇതാണ് കർമ്മയെന്ന് പറയുന്നത്. ഉടനെ തന്നെ കിട്ടി. ഒന്ന് ഉറങ്ങി എണീക്കും ഇപ്പം തന്നെ കർമ്മയുടെ ആ ഒരു ശക്തി അവൾക്ക് കിട്ടി എന്തായാലും ബിൻസിക്ക്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.